അത് മലയാള സിനിമയിൽ ഇപ്പോഴും ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കാം കൂടുതൽ കാണാൻ പോകുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം ആർട്ടിസ്റ്റിനെ കാണേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞില്ല ആർട്ടിസ്റ്റിൻ്റെ കുറ്റമൊന്നുമല്ല, തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഓരോ സാഹചര്യങ്ങളാണ്. പക്ഷേ എങ്കിലും ആ, പണ്ടത്തെ ഞാൻ പറയില്ലേ, നമ്മുടെ പണ്ടത്തെ കാര്യം എടുത്ത് പറയല്ല, ആ ഒരു കോർഡിനേഷനൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എല്ലാം കൂടി ചെയ്ത് പാക്കേജ് ആയിട്ട് വിട്ടില്ലെങ്കിൽ ഇത് പിന്നൊരു ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും മാത്രം ബാധ്യതയാവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്തു, എന്ത് കാര്യം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തു, നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ താമസിച്ചു എന്നുള്ള നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് ബോധവടല്ല. അവർക്ക് അടുത്തടുത്ത സിനിമകളുണ്ട്. ഒരു സംവിധായകന് ഒരു വർഷം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് ഒരു വർഷം, അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മാക്സിമമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 10-17 ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും 10-17 സിനിമ അടുത്ത ഇങ്ങനെ നിൽക്കുന്നുണ്ട് വരിയായിട്ട്. അപ്പോൾ അവരെ ബാധിക്കില്ല. അപ്പം അവരുടെ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അനശ്വരയുടെ കേസ് ഞാൻ അനശ്വരയുടെ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ സിനിമ 2023 ജൂലൈയിൽ എന്തോ തുടങ്ങിയ സിനിമയാണ്. അതിൻ്റെ പാർട്ടായിട്ട് പല കാര്യങ്ങളും കൊണ്ട് പല ഷെഡ്യൂൾസിലായിട്ട് പോകേണ്ടിയിരുന്നു. അവർ അപ്പോഴത്തേക്ക് ഏകദേശം 8-9 പടം ചെയ്തു കഴിഞ്ഞു.